നമസ്കാരം, റിയൽറ്റർ രജിൻസാണ്. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ സിറ്റികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റെസിഡൻസിൽ എങ്ങനെയാണെന്നുള്ളതാണ്. നമുക്ക് കംപ്ലീറ്റഡ് പ്രോജക്റ്റുകൾ നമുക്ക് റീസെയിലായിട്ടോ അല്ലെങ്കിൽ ബിൽഡെടുത്തോ നമുക്ക് മേടിക്കാം. നമുക്ക് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം ഇതിൻ്റെ സൈസ് ഇങ്ങനെയാണ്, നമ്മുടെ ഫ്യൂച്ചറിൽ ഇങ്ങനെയാണുള്ള കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷം നമുക്ക് മേടിക്കാവുന്നതാണ് വന്നിട്ട്. അപ്പം ഇത് ആ സമയത്തുള്ള ഒരു പ്രൈസാണ് വരുന്നത് വന്നിട്ട്. അപ്പം ഇതിൽ നമുക്ക് വലിയൊരു ഫിനാൻഷ്യൽ ലാഭം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. എന്നിരുന്നാലും ഫ്യൂച്ചറിൽ ഇതൊരു ബെനിഫിറ്റ് ആണ് വന്നിട്ട്. അത് വില്ലകളായിക്കോട്ടെ, ഇതുപോലെ തന്നെ ഫ്ലാറ്റുകളായിക്കോട്ടെ, ഇതിനൊക്കെ ഒരു സാധ്യത ഉണ്ട് വന്നിട്ട്. അപ്പം ഇത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കയറി താമസിക്കാനൊക്കെ നിൽക്കുന്നതാണ് റെഡി ടു ഓക്യുപ്പൈ പ്രോപ്പർട്ടികളെല്ലാം. ഇനി നമുക്ക് വേറെ ഓൺ ഗോയിങ് പ്രോജക്റ്റുകൾ. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്ഥലത്തും, അതായത് കോഴിക്കോടാണെങ്കിലും കണ്ണൂരാണെങ്കിലും തൃശ്ശൂരോ കൊച്ചിയിലും ട്രിവാൻഡ്രത്തും ഒക്കെ ഓൺ ഗോയിങ് ഫ്ലാറ്റുകളും വില്ലകളും പ്രോജക്റ്റുകളും ഒത്തിരി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഈ പറയുന്ന ബിൽഡർ നമ്മളെ പ്രോപ്പർട്ടി നമുക്ക് കാണിച്ചു തരും, ഡിസൈൻ കാണിച്ചു തരും, അവർക്ക് ലാൻഡ് നമുക്ക് രജിസ്റ്റർ ചെയ്ത് തരും. എന്നിട്ട് നമ്മൾ ഇപ്പോൾ വില്ലകളാണെങ്കിലും ലാൻഡ് രജിസ്റ്റർ ചെയ്യും, ഫ്ലാറ്റുകളൊക്കെ ആണെങ്കിൽ നമ്മളൊരു എഗ്രിമെൻറ്റ് വെച്ച്, സെയിൽ എഗ്രിമെൻറ്റ് വെച്ച് നമുക്ക് അവർ ഇത്ര വർഷം കൊണ്ട് തീർത്ത് തരും എന്നുള്ളൊരു എഗ്രിമെൻറ്റ്, റെറ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലൊരു എഗ്രിമെൻ്റ് ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് തരുന്നത് വന്നിട്ട്. ഇതിലെന്താ മെച്ചം എന്ന് ചോദിച്ചാൽ നല്ല ലാഭത്തിലായിരിക്കും നമുക്ക് പ്രോപ്പർട്ടി കിട്ടുന്നത്. അവരെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എന്നുള്ളത്. അതൊരു 3 വർഷം കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെയൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം.